യൂറോപ്യൻ കൺട്രിയായ മാൾട്ടയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസിലേക്കാണ് പോകുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ, ടൂറിസ്റ്റുകൾ പ്രധാനമായിട്ട് എത്തുന്ന സ്ട്രീറ്റുകളിലേക്ക് പോയി, ഇവിടെ ഒരു വലിയൊരു ചർച്ചിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു പാർക്കിലേക്ക് പോയി, ഒരു അപ്പർ പാർക്കിലേക്ക് പോയി, നമ്മളിന്ന് ലോവർ പാർക്കിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണുന്ന 360 ആംഗിളിൽ ഭാവി മാൾട്ട, അതായത് 2050 മാൾട്ട എങ്ങനെയായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ കാണിച്ചിരിക്കുന്ന ഒരു ഒരു സർക്കസ് കൂടാരം പോലെ ടെമ്പററി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 6 മണിക്കാണ് ഷോ. ഇപ്പോൾ 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിനി ഒരു അരമണിക്കൂർ നമുക്ക് നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. അപ്പോൾ ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ പോയി നമുക്ക് ചായ കുടിക്കാം കേട്ടോ. നമ്മൾ ചായക്കടയിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ സാധനം വാങ്ങിക്കുക, വെളിയിൽ പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളൊരു എനർജി ഡ്രിങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മൾ കുടിച്ചു. നമ്മളിത് വേസ്റ്റ് ബിന്നിലേക്ക് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. വല്ലേറ്റ എന്ന് പറഞ്ഞ മാൾട്ടയുടെ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. ഇത് വലിയ വലിയ VIP-കളും വലിയ വലിയ ബിസിനസ് പേഴ്സൺസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് പോകാനായിട്ടുള്ള ടാക്സികളും ബാക്കി സൗകര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ മുമ്പിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ കുതിരവണ്ടികളൊക്കെ കാണാൻ പറ്റുന്നു ഇവിടെ, പക്ഷെ ഇന്ന് കുതിരവണ്ടികളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ബിൽഡിങ്ങിലേക്ക് നമുക്ക് പോകാം. കാര്യം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 മണിക്ക് ഷോ തുടങ്ങുമല്ലോ. ഇപ്പോൾ 5:58 ഒരു സമയമായിട്ടുണ്ട്. 2 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളൂ. ഇത് ടെമ്പററി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണെങ്കിലും സ്റ്റെപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പെർമനന്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് കാലം എടുത്ത് പണിത ഒരു ബിൽഡിംഗ് ആണെന്ന് നമുക്ക് തോന്നുള്ളൂ. വളരെ കുറച്ച് നാളും കൊണ്ട് പണിതെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇതൊരു വലിയൊരു ചതുരത്തിനുള്ളിൽ നമ്മൾ നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ ഷോ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരുന്നു ഇവരെ ഇങ്ങനെ ഒരു ആകൃതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഷോ തുടങ്ങുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മാൾട്ട എന്ന് എഴുതിയിരിക്കുന്ന 2 ബാഡ്ജിങ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ മുകളിലായിട്ട് ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതിൻ്റെ ലേസർ ലൈറ്റിംഗ് സിസ്റ്റംസ് ഒക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഷോ നമുക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഷോ തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ മാൾട്ടയിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് സംഭവിക്കാൻ പോകുന്നത്, യൂറോപ്പിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ മാൾട്ട എങ്ങനെയായിരിക്കും ഒരു 2050 എന്ന് പറയുന്ന ഒരു ഇലിസ്ട്രേഷൻ ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഭാവിയിലെ നമ്മുടെ നാട് എങ്ങനെയായിരിക്കാം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളിതാ നമ്മുടെ ആ വേൾഡിലേക്ക് പോവുകയാണ്. ഒരു ഭാവി കാലത്തേക്ക് നമ്മളിതാ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. മാൾട്ട എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ചെറിയ ഒരു ഐലൻഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഐലൻഡിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പുറത്തും നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കണം. റിസോഴ്സസ് നമുക്ക് ഇവിടുന്ന് തന്നെ കുറവാണ്. അപ്പോൾ ഇവിടെ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയാണ് ഭാവിയിൽ മാൾട്ട ഡെവലപ്പായി എടുക്കുന്നതെന്നാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഒരുപാട് ഭാവിയിൽ മാൾട്ടയിൽ ഉണ്ടാകും എന്നാണ് കേട്ടോ ഈ കാണിക്കുന്നത്. മാൾട്ടയിലെ തന്നെ എല്ലാ ഏരിയകളിലൂടെയും ഉള്ളൊരു യാത്രയാണ് കേട്ടോ നമ്മളിപ്പം നടത്തുന്നത്. അതായത് ഇവിടെ ഓരോ സ്ഥലങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ ഒരു പഴക്കത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാവിയിൽ ആ ഒരു പഴക്കം മങ്ങാതെ എങ്ങനെ ഈ പോർട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു വിഷനാണ് കേട്ടോ ഇവർക്ക് മുമ്പിലുള്ളത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒറിജിനാലിറ്റി അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ പച്ചപ്പും പോർട്ടുകളൊക്കെ കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ച് ആളുകൾക്ക് കുറച്ചും കൂടെ ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിക്ക് മാൾട്ട ഭാവിയിൽ മാറും എന്നാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓരോരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഇത് നടക്കുന്നത്. അതായത് ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ മാത്രമല്ല, ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ആദ്യം ഒരു ഫീൽഡ് കാണിക്കും, ആദ്യം ഒരു മെഡിക്കലാണ് കാണിക്കുന്നതെങ്കിൽ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഈ കാണിക്കുന്നത് ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ കൾച്ചർ, അതിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പൂക്കളും ഒക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എത്രത്തോളം മനോഹരമാണ് ഈ ഒരു കൾച്ചർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത്, അതായത് മാൾട്ടയിലെ ഏറ്റവും കൂടുതലുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസോഴ്സസ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഏറ്റവും അധികം കിട്ടുന്നത് കടൽ ജലവും വിൻഡുമാണ് അല്ലേ. വിൻഡ് നമ്മൾ വിൻഡ് മിൽസ് ഉപയോഗിച്ചിട്ട് വലിയ വലിയ കാറ്റാടിപ്പാടങ്ങൾ കടലിൽ ഉണ്ടാക്കി ആ ഒരു കാറ്റിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കും. ഈ ഒരു കടലിലുള്ള അക്വാട്ടിക് ലൈഫിനെ ഒട്ടും തന്നെ നശിപ്പിക്കാതുള്ള ഒരു ഡെവലപ്മെന്റാണ് കേട്ടോ ഇവർ മുന്നിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരുപാട് കടൽ ജീവികളും മത്സ്യങ്ങളും ഒക്കെയുള്ള ഒരു തീരപ്രദേശമാണ് മാൾട്ടയോട് ഇങ്ങനെ ചേർന്നുള്ളത്. അപ്പോൾ പരമാവധി ഫുഡിന്റെ ആവശ്യത്തിനും അത് മാത്രമല്ല അവരുടെ വംശനാശം ഒന്നും നേരിടാത്ത രീതിക്ക് അവരെ പരമാവധി സ്പെഷ്യൽ ആയിട്ടുള്ള സ്പീഷീസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിക്കുള്ള ഡെവലപ്മെന്റ്സും ഒരുപാട് ഇവര് ഭാവിയിലേക്ക് ഉണ്ടാക്കിയെടുക്കും എന്നാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ
ഈ നാലുപാടും നമ്മുടെ ദേഹത്തൂടെയൊക്കെ ഇങ്ങനെ മീൻ ഇങ്ങനെ ഓടുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അതായത് അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ് ഇതിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴത്തേനും. അതായത് ഇത് ഒരു 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 ചതുരപ്പെട്ടിക്ക് അതൊരു കടലിനകത്തേക്ക് നമ്മളെ ഇറക്കി വിട്ടോലാണ്. നമ്മളെ ചുറ്റുപാടും ഇങ്ങനെ കടൽ അക്വാട്ടിക് ലൈഫും ഇതൊക്കെ ഒരു എന്ത് മനോഹരമാണെന്ന് നോക്കി അതെല്ലാം ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നത് കണ്ടോ. ഇനി നമ്മൾ പോകുന്നത് ഈ മാൾട്ടയിലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് എടുക്കേണ്ടത് കൊണ്ട് കപ്പൽ വ്യവസായം, അതായത് കപ്പലുകൾ കുറച്ചും കൂടെ നിർമ്മിക്കുക, കപ്പലുകൾ സെയിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ ഗെയിമിങ്, അതായത് ടെക്നോളജി എങ്ങനെയാണ് മാൾട്ട ഇനി ഭാവിയിലേക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗെയിമിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും സ്കോപ്പ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ്. അപ്പോൾ ഈ ഗെയിമിങ്ങിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളിലേക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിലേക്കൊക്കെ ഈ ഒരു ഗെയിമിങ്ങിനെ എങ്ങനെ ഏറ്റവും അധികം ഒരു ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി കൊടുക്കാം എന്നാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. ടെക്നോളജിയെ പരമാവധി യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ആയാലും ഏതൊരു കൺട്രിയും ഡെവലപ്പ് ആവത്തുള്ളൂ. ടെക്നോളജിയാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് മാൾട്ടയിലെ മെഡിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ഭാവിയിൽ ഡെവലപ്പ് ചെയ്ത് മാൾട്ടയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും പുതിയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പുതിയ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ടുള്ള മെഡിക്കൽ കെയർ സിസ്റ്റംസ് ഒരുപാട് മാൾട്ടയിൽ ഇനി ഉണ്ടാവും എന്നാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഷോ ആണ് കേട്ടോ. നമ്മളവിടെ നിൽക്കുമ്പോഴത്തേനും നാലുപാടും ഇങ്ങനെ ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഇങ്ങനെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. അങ്ങനെ നമ്മുടെ ഷോ അവസാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഒരു ഷോയ്ക്കകത്ത് നമുക്ക് കാണിച്ചത്. നമുക്ക് എല്ലാ ഫീൽഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇനി പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ വന്ന വഴിയിൽ കൂടെ അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പുറത്തേക്ക് പോകുന്നത് നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു വഴിയിലൂടെയാണ്. ഇത്രയും നേരം നമ്മൾ ആ ഒരു ഇരുട്ടത്തൊക്കെ നിന്നിട്ടുണ്ടല്ലോ, പെട്ടെന്ന് വെട്ടത്തേക്ക് വന്നപ്പോഴത്തേനും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളൊക്കെ ഒരുപാട് മുന്നിലേക്ക് പോകുന്നുണ്ട്. അതായത് ഈ ഒരു ഷോ അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അടുത്ത ഷോ തുടങ്ങും. അപ്പോൾ ആ ഷോയ്ക്കകത്ത് ആയിട്ട് ആ ഷോ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് ആളുകൾ അതിന് മുമ്പിലേക്ക് എത്തുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വരുന്നു. ഒരുപാട് സെൽഫികൾ, ഫോട്ടോകളൊക്കെ എടുത്ത് അവരുടെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാനായിട്ട് വരുന്നു. ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കറങ്ങാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴത്തേനും. നമ്മളിപ്പം വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മാൾട്ടയിലെ താഴെയുള്ള ഒരു പാർക്കിലേക്കാണ്, ലോവർ പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കപ്പലുകളൊക്കെ നമുക്ക് കാണാം. ഞാനിപ്പോൾ ചെന്ന സമയത്ത് തന്നെ വലിയൊരു ക്രൂസ് ഷിപ്പ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഇതുണ്ടോ, ഈ ക്രൂസ് ഷിപ്പിന്റെ ഒരു വലിപ്പം നോക്കി. ഇതിന്റെ ഏറ്റവും മുകളിൽ ആളുണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് ആളെ കാണാൻ വേണ്ടി പറ്റും. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ നമ്മുടെ ഈ ക്യാപ്റ്റനും അതുപോലുള്ള ആളുകളൊക്കെ, ഈ കപ്പലിനെ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ ഇവിടെയാണ്, ആ ഒരു ഫ്രണ്ട് പോർഷനിലാണ്. ഇതിന്റെ ഒരു വലിപ്പമൊക്കെ നോക്കിയാൽ ലൈഫ് ബോട്ടുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ റൂംസ് ആണ് കേട്ടോ. ഈ സെപ്പറേറ്റ് ഇവിടെ കാണുന്ന എല്ലാം ഓരോരോ റൂംസ് ആണേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും മനസ്സിലായി എത്ര റൂംസ്, എത്ര വലിപ്പമുണ്ട്. ഒരു വലിയൊരു ഹോട്ടലിനെ ഒരു കപ്പലിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചവരാണ്. ഇത് ചെറിയൊരു ക്രൂസ് ഷിപ്പാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ഇതിനും വലിയ ക്രൂസ് ഷിപ്പുകളൊക്കെ ഈ താഴെ വന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി വരുന്നതാണ്. അതായത് ഒരാഴ്ച 2 ആഴ്ചത്തേക്കൊക്കെ ഇങ്ങനെ ടൂറിന് ഇങ്ങനെ കറങ്ങി വരുന്ന ആളുകളാണ് കേട്ടോ. ഇപ്പൊ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള കുറച്ച് ആളുകളെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അവര് 2 ആഴ്ചത്തെ ടൂറാണ്, 2 ആഴ്ച കപ്പലിലൂടെ തന്നെ ഉള്ളൊരു ടൂറാണ്. അപ്പോൾ എന്ത് രസമാണെന്ന് ഓർത്ത് എനിക്ക് കപ്പലിനകത്ത് തന്നെ എല്ലാവിധ ആക്ടിവിറ്റീസിലും ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നിനും ഒരു കുറവില്ല. എല്ലാ എൻജോയ്മെന്റ്സും അവർക്ക് ആ ഒരു യാത്രയിൽ നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു കപ്പലിൽ കിട്ടും കേട്ടോ. ഇതുണ്ടോ, ആ ഒരു വെള്ളത്തെയൊക്കെ ഇങ്ങനെ പുറയിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് ആ ഒരു കപ്പൽ ഇങ്ങനെ മുന്നിലേക്ക്, ആ ഒരു ക്രൂസ് ഷിപ്പ് ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നു കേട്ടോ. ഈ ഏറ്റവും പുറകിൽ ഒരാളുണ്ട്. ഇതുണ്ടോ, ഏറ്റവും പുറകിൽ പോലും ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യവും ആ ടേബിൾസ്, ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ക്രൂസ് ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഷിപ്പ് അകലേക്ക് ഇങ്ങനെ മറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഷിപ്പ് നമ്മുടെ മുന്നിലൂടെ തന്നെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് ഈ പാർക്കിന്റെ ബാക്കി കാര്യങ്ങളിലേക്കാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനുള്ളത്, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മാൾട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരണ്ട ഒരു രാജ്യമാണെന്ന് എല്ലാവരും പറയും അല്ലേ. പക്ഷേ ഒരുപാട് പച്ചപ്പും ഒരുപാട് ഹരിതാഭയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഏരിയകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇതുപോലുള്ള എല്ലാ ബിൽഡിങ്സിന്റെ ഒരു കളർ മാച്ചിങ് ഇതായതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മളവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കേട്ടോ സമാധാനത്തോടെ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ രാത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9-9:30 സമയമായി കാണും. ഇപ്പോൾ നമ്മൾ വല്ലേറ്റയുടെ ഉള്ളിലേക്ക്, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അകത്തേക്ക് പോയല്ലോ. നമ്മൾ അകത്തേക്ക് അകത്തേക്ക് വന്ന ആ വഴിയിലൂടെ തന്നെ നമ്മൾ രാത്രിയിൽ
ഒന്ന് നടക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ പാട്ടൊക്കെ പാടി കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഈ ഒരു അപ്പച്ചൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റു രാജ്യത്ത് നിന്ന് വന്ന ആളുകളാണ് കേട്ടോ. അവരൊക്കെ കൈകൊട്ടി ആഘോഷിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് ഇവിടുത്തെ പെർഫോമേഴ്സിനെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ സ്റ്റേറ്റിൽ ബോത്ത് സൈഡ്സ്, ഇതിന് രണ്ട് സൈഡിലും അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കണം. മാത്രമല്ല ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ആനിമൽസിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഒന്നും കൊല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ക്യാമ്പയിൻസ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള കുറെ ക്യാമ്പയിൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കുറച്ച് ഏരിയകളിലൊക്കെ ഒരു തിരക്ക് കുറവാണെന്ന് നമുക്ക് തോന്നിയാലും ബാക്കിയുള്ള ഏരിയകളിലൊക്കെ എന്ത് ക്രൗഡാണെന്ന് പറയും. എപ്പോൾ ഇവിടെ വന്നാലും ഭയങ്കര ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതുണ്ടോ, ഇവിടുത്തെ ഒരു വലിയൊരു സ്ട്രക്ചറാണ് കേട്ടോ. അതായത് പാർലമെന്റ് ബാക്കി ഏരിയകളൊക്കെ നമ്മൾ ഈ വന്നതിന്റെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ടാണ്. അപ്പൊ ഗവൺമെന്റ് ബിൽഡിങ്സ് ആയിരിക്കാം ഇവിടെ ഏറ്റവും കൂടുതൽ കേട്ടോ. ഗവൺമെന്റ് ബിൽഡിങ്സ് ആണെങ്കിലും അതിന്റെ ലൈറ്റിങ്ങിനോ അതിന്റെ ഭംഗിക്കോ ഒന്നും ഒരു കുറവില്ല. ആ പില്ലറിന്റെ വലിപ്പമൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ നമ്മൾ കണ്ട കാഴ്ചകൾ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.